ഫെയ്ത്ത് ക്ലിയറൻസിൻ്റെ 17ാമത്തെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ പഠന വിഷയം ഡിസംബർ 25 ഈശോയുടെ ജനന തിരുനാളാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ടോ? ഡിസംബർ 25 ഈശോയുടെ ജനന തിരുനാളാണെന്ന് ബൈബിളിൽ പറയുന്നില്ല. എന്നാൽ ചില സൂചനകൾ ബൈബിൾ നമുക്ക് നൽകുന്നുണ്ട്. BC 3 മുതൽ അർക്കലാവോസ് ആണ് യൂദായുടെ ഭരണാധിപൻ എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അർക്കലാവോസ് ഭരണം ആരംഭിച്ചതുകൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്ത തിരുക്കുടുംബം തിരിച്ചു വരുന്നതായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നു. തുടർന്ന് നസ്രത്തിൽ താമസിച്ചുവെന്ന് രേഖകൾ സൂചിപ്പിക്കുന്നു. ആ സമയത്താണ് BC 4 അവസാനത്തിൽ ഈശോ ജനിക്കുന്നത്. ക്രിസ്തുമതം റോമിൻ്റെ ഔദ്യോഗിക മതമായി അംഗീകരിച്ചത് മുതലാണ് ഡിസംബർ 25 ഈശോയുടെ ജനന തിരുനാളായി ആചരിക്കാൻ തുടങ്ങിയത്. റോമിൻ്റെ ഔദ്യോഗിക ദേവനായിരുന്ന സൂര്യദേവന്റെ തിരുനാൾ ആചരിച്ചിരുന്നത് ഡിസംബർ 25 സൂര്യദേവനെ മാറ്റിയിട്ട് യേശുവിനെ രക്ഷകനും രാജാവുമായി സ്വീകരിച്ചപ്പോൾ റോമിൻ്റെ ഔദ്യോഗിക തിരുനാളായി അംഗീകരിക്കപ്പെട്ട സൂര്യദേവന്റെ തിരുനാൾ ദിവസമായ ഡിസംബർ 25 ക്രിസ്തുവിൻ്റെ ജനന തിരുനാളായി സ്വീകരിക്കപ്പെട്ടു. കുറച്ചുകൂടി വിശ്വാസപരമായി ആഴത്തിൽ മനസ്സിലാക്കിയാൽ ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയിൽ റോമ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക ദൈവമായി അംഗീകരിക്കപ്പെടേണ്ടവൻ നീതിസൂര്യനായ ക്രിസ്തു ഡിസംബർ 25 സൂര്യദേവന്റെ തിരുനാളിൽ തന്നെ ജനിച്ചു എന്ന് ചിന്തിക്കുന്നതിലും ഒരു ദൈവിക പദ്ധതി നമുക്ക് കണ്ടെത്താനാവുന്നതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ഹെറോദേസ് രാജാവിൻ്റെ ഭരണകാലത്ത് ഈശോയെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നതായും നമ്മൾ വായിക്കുന്നുണ്ട്. ഈ കാലഘട്ടങ്ങളുടെ ചരിത്രപരത വെച്ച് പഠിക്കുന്നതിലൂടെയാണ് ക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ ഇന്ന വർഷം ഇന്ന ദിവസം എന്ന രീതിയിൽ ഔദ്യോഗികമായിട്ട് സഭ സ്വീകരിച്ച് വ്യക്തമാക്കി ഈശോ ജനിച്ചത് ഡിസംബർ 25 എന്ന് വ്യക്തത വരുത്തിയത്.